നമുക്ക് ലൈറ്റിന്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ എത്ര സമയമെടുക്കും ഈ യൂണിവേഴ്സിന്റെ അറ്റത്തെത്താൻ? സോ നമുക്ക് ലൈറ്റിന്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ വെറും 1.2 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ചന്ദ്രനിൽ എത്താൻ സാധിക്കും. അവിടുന്ന് 4 മിനിറ്റ് കൊണ്ട് മാർസിലും 1 മണിക്കൂർ കൊണ്ട് സാറ്റേണിലും 4 മണിക്കൂർ കൊണ്ട് പ്ലൂട്ടോയിലും എത്താൻ സാധിക്കും. എന്നാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ പുറത്ത് കടക്കണമെങ്കിൽ ഏതാണ്ട് 1.5 വർഷത്തോളം നമ്മൾ സഞ്ചരിക്കണം. എന്നാൽ അവിടുന്ന് 1 ലക്ഷത്തോളം വർഷങ്ങൾ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് മിൽക്കി വേ ഗാലക്സിയുടെ പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അവിടുന്ന് ഒരു 10 മില്യൺ വർഷങ്ങളോളം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഉൾപ്പെടുന്ന ലാനിയാക്കിയ എന്ന സൂപ്പർ ഗാലക്റ്റിക് ക്ലസ്റ്ററിന്റെ പുറത്തെത്തും. ഇവിടെ നിന്നാണ് നമുക്ക് മറ്റൊരു പ്രശ്നം ആരംഭിക്കുന്നത്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഗാലക്റ്റിക് ക്ലസ്റ്ററുകളുടെയും ഗാലക്സികളുടെയും ഇടയിലൂടെ ഒരു അന്ത്യമില്ലാതെ സഞ്ചരിക്കാൻ തുടങ്ങും. ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ പ്രപഞ്ചം ലൈറ്റിന്റെ സ്പീഡിനേക്കാളും അതിവേഗത്തിൽ വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ സ്പീഡിൽ സഞ്ചരിച്ചാൽ നമുക്കൊരിക്കലും ഈ യൂണിവേഴ്സിന്റെ അറ്റത്തെത്താൻ സാധിക്കില്ല. മറിച്ച് നമ്മുടെ യാത്ര ഈ യൂണിവേഴ്സിലൂടെ ഇൻഫിനിറ്റായി തുടർന്നുകൊണ്ടേയിരിക്കും.